400 ഗ്രാം ശർക്കര, ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് മെൽറ്റാക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൗ വയ്ക്കാം. ഇതേ സമയം മറ്റൊരു പാത്രത്തിലേക്ക് 6 തൊട്ട് 8 ചെറുപഴം അത് ഉടച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 250 ഗ്രാം വീതം റവ, അതുപോലെ ഗോതമ്പ് പൊടി, അരിപ്പൊടി നമുക്ക് പുട്ടിൻ്റെ പൊടി അതല്ലെങ്കിൽ നൈസായിട്ടുള്ള പൊടി വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ശർക്കര പാനി അത് ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു കുറഞ്ഞത് അരമണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് ഒരു 6 തൊട്ട് 8 നമുക്ക് ഏലക്കയിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് പിന്നെ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ഓപ്ഷനിലാണ്. ഇത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാം. മാവ് നമുക്ക് കുറഞ്ഞത് അരമണിക്കൂർ വയ്ക്കുക. ഒരു 3 മണിക്കൂർ ഇല്ലെങ്കിൽ 6 മണിക്കൂർ നമുക്ക് പുറത്ത് വയ്ക്കാമെന്ന് വെച്ചാൽ അത്രയും നന്നായി സോഫ്റ്റായിട്ട് കിട്ടും. ഉണ്ണിയപ്പം അതുപോലെ തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.